കാരശ്ശേരിയിൽ ക്വാറി മാഫിയയും ഭരണസമിതിയും ഒത്തുകളിക്കുകയാണെന്ന് ആക്ഷേപിച്ച് ഭരണസമിതി യോഗത്തിൽ ഇടതുപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധം. ക്വാറി ഉടമകൾക്കായി ഭരണസമിതി മനഃപൂർവ്വം കോടതിയിൽ തോറ്റുകൊടുക്കുകയാണെന്നും ഇടതുപക്ഷം ആരോപിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായി കരിങ്കൽ ക്വാറികൾക്കും ക്രഷറുകൾക്കും അനുമതി നൽകുന്നതിൽ ക്വാറി ഉടമകളും പഞ്ചായത്ത് പ്രസിഡന്റും ഒത്തുകളിക്കുകയാണെന്നാരോപിച്ചാണ് ഭരണസമിതി യോഗത്തിൽ ഇടതു മെമ്പർമാർ പ്രതിഷേധിച്ചത്. ക്വാറി ഉടമകൾക്കായി ഭരണസമിതി മനഃപൂർവ്വം കോടതിയിൽ തോറ്റുകൊടുക്കുകയാണെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. ക്വാറി ഉടമകൾക്കെതിരെ പഞ്ചായത്ത് നിയമിച്ചിട്ടുള്ള വക്കീലിനെക്കുറിച്ച് ഭരണസമിതിക്ക് യാതൊരു അറിവുമില്ലാത്ത സാഹചര്യമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്ത തീരുമാനപ്രകാരം കോടതിയിൽ ഹാജരാക്കേണ്ട രേഖകൾ ഒന്നും വക്കീലിന് നൽകുകയോ കോടതിയിൽ എത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ ഫലമായി ക്വാറികൾക്ക് അനുകൂലമായ വിധി വരികയും ഇക്കാര്യം ഭരണസമിതിയെ അറിയിക്കാതെ പൂഴ്ത്തിവെക്കുകയും ചെയ്തതായും LDF മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഉത്തരവാദപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റും പരാജയപ്പെട്ടിരിക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി തന്നെ അംഗങ്ങൾ, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ വരെ നിർദ്ദേശിച്ചിട്ട് ആ കാര്യങ്ങൾ കൂടി പറയാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സാധ്യമായിട്ടില്ല. ഇവിടെ വക്കീലിനെ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് ബോർഡാണ്. ഏതൊരു കേസ് നടത്തുമ്പോഴും ഏതാണ് വക്കീലെന്ന് തീരുമാനിക്കുന്ന അധികാരം പഞ്ചായത്ത് ഭരണസമിതിക്കാണ്. എന്നാൽ ആ പഞ്ചായത്ത് ഭരണസമിതി അറിയാതെയാണ് വക്കീലന്മാരെ ഇവർക്ക് ക്വാറി മുതലാളിമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന വേണ്ടിയിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇവിടെ കോടതിയിൽ വക്കീലന്മാരെ നിശ്ചയിച്ചു കൊടുക്കുന്നത്. ക്വാറി മുതലാളിമാരുടെ അനുമതിയോട് കൂടിയാണ്, അവരുടെ അറിവോട് കൂടിയാണ്. ഈ നയം തിരുത്തിയിട്ടില്ലെങ്കിൽ നിർബാധം കാരശ്ശേരിയിൽ ക്വാറികൾ വരികയും അത് പൊതുജനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷ മെമ്പർമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. കോഴിക്കോട് കലക്ടറേറ്റിൽ നടക്കുന്ന പൊതു ഹിയറിംഗിൽ ഭരണസമിതി തീരുമാനമായി കാരശ്ശേരി പഞ്ചായത്തിൽ ഇനി ക്വാറികൾ വേണ്ട എന്നും പഴയ തീരുമാനങ്ങളും പഠന റിപ്പോർട്ടും ഹാജരാക്കണമെന്നും ഇടതു മെമ്പർമാർ നിലപാടെടുത്തെങ്കിലും അത് ചെവിക്കൊണ്ടില്ലെന്നും പന്നിമുക്കിൽ വരാൻ പോകുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരു കാരണവശാലും അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടെങ്കിലും അതിനും അനുവദിച്ചില്ലെന്നും LDF മെമ്പർമാർ പറഞ്ഞു. പന്നിമുക്ക് പ്രദേശത്ത് ഒരു കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിഗൂഢമായ നീക്കം നടക്കുന്നുണ്ട്. ആ നിഗൂഢമായ നീക്കത്തിന് പിന്നിൽ ഇവിടെ ചില സാമ്പത്തിക താല്പര്യമുള്ള ആളുകളാണ്. ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് ഇതെല്ലാം കൃത്യമായി അറിയിച്ചുകൊണ്ട് ഈ കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇവിടെ കാരശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങളുടെ കുടിവെള്ളവും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കെല്ലാം തന്നെ പ്രയാസപ്പെടും. അതുകൊണ്ട് അതിനെതിരായി ജനകീയ കമ്മിറ്റി രൂപീകരിക്കാനും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന കോഴി മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള അതിൻ്റെ ഉടമകളുടെ നീക്കത്തിൽ നിന്ന് അവർ പിന്മാറാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം സ്വീകരിക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ മെമ്പർമാർ ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ ചില കോൺഗ്രസ് മെമ്പർമാർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നതായും ഇതോടെ പ്രകോപിതയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 15ാം വാർഡ് മെമ്പറോട് അപമര്യാദയായി സംസാരിക്കുകയും ഇറക്കിവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും ഇവർ പറയുന്നു. ക്വാറി ഉടമകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കാരശ്ശേരി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തരം താണ നിലപാട് തീർത്തണമെന്നും LDF മെമ്പർമാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് KP ഷാജി, K ശിവദാസൻ, MR സുകുമാരൻ, KK നൌഷാദ്, ജിദ്ദ സുരേഷ്, EP അജിത്ത്, ശ്രുതി കമ്പളത്ത്, സിജി സിബി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.